പേടിച്ച് ഇറങ്ങാൻ പേടിച്ചിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങി വെച്ചേ. ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് നാത്തോൻ്റെ വീട്ടിലേക്ക് പോയാലോ. വീട് കുടിയിരുപ്പിരുന്നിട്ട് 2 മാസമൊക്കെ ആയി, പക്ഷേ ഫുൾ വർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും വീട് കൂടി കാണിച്ചു തരാം. പുതിയ വീടല്ല. പോവാം. ഞങ്ങൾ റെഡിയാവാൻ പോണേ ഉള്ളൂ. രോഹിതൻ ചായ കുടിക്കണം, ഞാൻ കുളിക്കാൻ പോവാണ്. എന്നിട്ട് വേണം ഇവനെ ഒന്ന് റെഡിയാക്കാൻ. ഞാൻ കുളിച്ചിട്ട് ഇവനെ റെഡിയാക്കി ഡ്രസ്സ് മാറ്റി പോവാം. അവനക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ റെഡി ആയാൽ അവനറിയാം പുറത്തു പോകാൻ. അപ്പം നമുക്ക് പോവാം. ഇന്ന് റെഡിയാണോ? നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. വരെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുളിച്ച് കഴിഞ്ഞു. ഇനി വേഗം നമുക്ക് റെഡി ആയിട്ട്, അല്ലോട്ടിൽ നമ്മൾ റെഡിയാക്കി, അവൻ താഴെയാണ്. അപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് പോവാം. നോക്കൂ, നമുക്ക് പോയിട്ട് വരാം. ഇനി താഴെ പോവാം. അല്ലൂട്ടിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ വയ്ക്കാം. കുറച്ച് വേണ്ട, 2 ഡ്രസ്സ് എടുത്താൽ മതിയല്ലേ, ഒരു സേഫ്റ്റിക്ക് എടുത്തേക്കാം. ഓക്കെ, കോട്ടൺ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ ചോദിച്ചു. ഓക്കെ, ബൈ. എന്താ ചെയ്യണമെന്ന് നോക്കാം. താഴെയുണ്ട്. വേഗം റെഡി ആയി ചെഞ്ഞു. ബാഗിൽ അവൻ്റെ സാധനം മാത്രം ആക്കിയാൽ കഴിഞ്ഞു. അവരാവിലെ നേരത്തെ നീറ്റാണ്, അതായത് വേഗം ഉറങ്ങുന്നു. ശരിക്കും എവിടേക്കോ പോവാൻ വേണ്ടി മനസ്സിലായി. അതിന് വേണ്ടി കുറച്ച് നേരം നിന്നു. എന്തായാലും ഉറങ്ങും. ഇനിയിപ്പോൾ പോകുമ്പോൾ നീറ്റ് കാറ്റ് കൊണ്ടിട്ട് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. എഴുതട്ടെ. ചെക്കൻ ഉറക്കത്തില്ല. പോവാം. ഓ അച്ഛനതാ ചായക്കടയിൽ പോയി നിൽക്കണം. വഴിയില് വണ്ടി നിർത്തിയിട്ട് മുമ്പ് ചായക്കടയിൽ പോയി നിൽക്കണം. ചെക്കൻ ഡോറൊക്കെ തുറന്ന് പോവോ? ഇതൊക്കെ ഭയങ്കര ഹാപ്പിയില്ല. അതൊക്കെ ഡോറൊക്കെ തുറന്നാൻ പോവും. എന്താ കയറാത്ത? അച്ഛൻ വന്നു, വാലടച്ചു, വാങ്ങിട്ട് കൊണ്ടിരുന്നു. ഇനി നമുക്ക് പോവാം. ഇനി നേരെ വീടിൻ്റെ അവിടെ. ഇത് പോകുന്ന വഴിക്ക് നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്തു. നല്ല രസല്ലേ? അല്ലു, അവിടെ അല്ലു നോക്ക്. ഇവിടെ ഭംഗി, ഗ്രാമീണ ഭംഗിയാണ്. ഏകദേശം വീടെത്താറായി ഗൈസ്. നമ്മൾ വീടെത്തി ഗൈസ്. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഇനിയും ഗേറ്റും അതിലൊക്കെ വെക്കാണ്ട്. ഉള്ളത്തെ പണിയൊക്കെ ഫുള്ളും കഴിഞ്ഞു. കോളിംഗ് ബില്ലടിക്കും. ഇവിടെ
ചിലപ്പം ഞെട്ടും ഞെട്ടാതിരിക്കും. ഇത് തുറക്കാത്ത പൂട്ടിയിട്ടായിരിക്കും. ഹലോ ഹലോ വരൂ വരൂ. ആലു ബേബി വല്യമ്മണി വരൂ. അവൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല ഗൈസ് ഞങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ട് ഫസ്റ്റ് ഇതാ നമ്മുടെ പൂജാ റൂം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ പൂജാ റൂമാണ്. കയറി ഉടനെ ഗണപതി. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാ റൂം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹാള്. ഇവിടെ ടി വി ഒക്കെ വെക്കാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കൂടെ നോക്കിയാൽ ജനലൊക്കെ കാണും. 2 വക കർട്ടൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തുറന്നാൽ ഇതൊക്കെ കാണും. അപ്പോൾ തുറക്കാൻ വയ്യ. അപ്പം ഞാൻ തുറന്നു. ഇതാണ് നമ്മുടെ ഹാൾ. അതാണ് നമ്മുടെ റിതിമ. ഇത് ഫ്രണ്ടല്ല കേട്ടോ. ഇവിടെ നമുക്ക് ടി വി വരാണ്ട് അല്ലേ റിതിമേ? ഇവിടെ ജസ്റ്റ് ഒരു എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുക. യെസ്, റിതിമ ഒക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അത് കഴിഞ്ഞാൽ റൂം. ഇത് നമ്മുടെ റിതിമയുടെ അനിയത്തി കുട്ടിയുടെ റൂമാണ്. ലൈറ്റ് ഫാൻ കേട്ടോ. വാവ്, കണ്ടോ? 2 സൈഡും ഒരു ഇതുപോലെ വെക്കാനല്ലേ. ഓക്കെ, ഇവിടെ ബാത്റൂം ഉണ്ട്. ഇതാണ് നമ്മുടെ മിറർ. ഞാൻ തലമുടിയൊക്കെ കെട്ടി ഗൈസ്, അത്രയ്ക്ക് ചൂടാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. ഇവിടെ നമ്മുടെ ബാത്റൂം. ടിങ് ടിങ് ടിങ്. അപ്പോൾ നമ്മൾ റൂം കഴിഞ്ഞിട്ട് ഇനി അടുത്തത് ഇത് നമ്മൾ കണ്ട ഹാളാണ്. ഇവിടെ കണ്ടൊരു ക്ലോക്ക്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ല. ഈ സൈഡിൽ നിന്ന് നോക്കാൻ പറ്റും, ഈ സൈഡിൽ നിന്ന് നോക്കാൻ പറ്റും. 2 സൈഡും കാണാൻ പറ്റും. ഞാനത് അപ്പോൾ കാണിക്കാൻ മറന്നു. അപ്പോൾ പൂജ റൂം കാണിച്ചു. ഇനി ഇവിടെ ഇതാണ് നമ്മുടെ നടുമുറ്റം. ആ ഹാള് കഴിഞ്ഞാൽ നടുമുറ്റം. ഇത് നമ്മൾ കണ്ട റൂം. ഇനി നമ്മൾ അങ്ങനെ അടുക്കളയ്ക്ക് പോവാം അല്ലേ. ഇതാണ് നമ്മളെ അടുക്കള. മറ്റേ സാധനമില്ലേ പോവാൻ. ഇതാണ് കുറേ സാധനം ഇതിൽ ഒതുങ്ങും അല്ലേ. മെല്ലെ മെല്ലെ മെല്ലെ. ഓക്കെ, കണ്ടിട്ടില്ല. ഓക്കെ, ഇതൊരു സ്റ്റോർ റൂം പോലെ. ഇവിടെ നമുക്ക് പാത്രമൊക്കെ കഴുകാം. അത് തുറക്കാൻ പറ്റും. അവിടെ തുറക്കാൻ പറ്റും. തുറക്ക്. അല്ല അതിലല്ലേ. അങ്ങനെ. അപ്പൊ ഇതെങ്ങനെയാ അടക്കിയ? അല്ല അങ്ങനെ തന്നെ. അപ്പൊ ഇത്
ഇതാണ് ഭയങ്കര ഉയരം. ഭയങ്കര ഉയരണ്ടോ? ഇത് നമ്മുടെ വടുക്കോറം. മുറ്റൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കി നമ്മുടെ ഫ്രണ്ട് സൈഡ് കാണും. മുറ്റൊക്കെ റെഡിയാക്കാണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഈ പൈപ്പ് നല്ല ഇതുണ്ട്. ഇങ്ങനെ തുറന്ന വളം പറ്റില്ല. ഇങ്ങനെ തുറന്ന വളം. ഈ ബാൽക്കണി ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതാണ് ഇവിടുത്തെ തറവാട്. കണ്ടോന്നറിയില്ല, അത് ആ വീടാണ് കേട്ടോ. ഇത് ഇപ്പം കാണിച്ച ബാൽക്കണിയിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. അടുത്ത റൂം, അടുക്കളേൻ്റെ നേരെയുള്ള റൂം. ഇവിടെ ഞങ്ങൾ ഉണ്ണീനെ ഉറക്കിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇരുട്ടാണ്. ഇപ്പം അവനെ ഉറക്കിയ സ്ഥിതിക്ക് ഞങ്ങൾ ലൈറ്റ് ഇടുന്നില്ല വെച്ചിട്ടാണ്. ബാത്റൂമത്തിലേക്ക് ഇടും. ഇതിനെ മതി ലേറ്റ് ആയിട്ട് കണ്ടോ. നല്ലൊരു സ്ഥലമുണ്ട്. ഇതെന്താ മനസ്സിലായി. ചുണ്ടുവെള്ളം വരുന്നതാണോ? ഇതെങ്ങനെ ഇത് ഷവറിന് വെള്ളം വരിക? ഇതെവിടെ ഓണാക്കിയ ഇതൊരു സാധനം പൈപ്പാണ്. എനിക്ക് ഇതെങ്ങനെ തുറക്കാൻ ഇപ്പോഴും ഒരു പിടുത്തില്ല. ആ അങ്ങോട്ട് തിരിച്ചു നോക്കൂ. താഴെ കൂടെയാണ്. അവ മുകളിൽ വരണെങ്കിലോ? അതാണോ അത് അവിടെ നിങ്ങൾ പറഞ്ഞ സാധനം മുകളിലേ? അത് സോപ്പൊക്കെ വെക്കാനുള്ളതാണ്. അവിടെ നിങ്ങൾ പറഞ്ഞില്ലേ അതൊന്ന്. ആ അതാണോ? അത് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി നോക്കൂ. എനിക്കറിയില്ല. ആ പുതിയ ടെക്നോളജിയാണ് ഗായ്സ്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഓ ഇരുട്ടായി. കണ്ടുപിടിച്ചു. അയ്യോ ഇപ്പഴാ കണ്ടുപിടിച്ച നമ്മള്. അപ്പൊ ഇതെന്തെങ്ങനെ തിരിക്കണേ? മോളിക്കാക്കൂ. നമ്മൾ ആ ബാത്റൂമിൽ ഇങ്ങനെ ഉണ്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ റൂം കഴിഞ്ഞു. നമുക്ക് മോളിക്ക് പോവാം. ചെക്കൻ നമ്മുടെ അല്ലു ഉറങ്ങുക. നമുക്ക് മുകളിലൊരു റൂം നോക്കാം. ഇതാണ് നമ്മുടെ മോളത്തെ റൂം. ഇവിടെ ബെഡ് ഇടുന്നേ ഉള്ളൂ. മുകളിലത്തെ റൂമിൽ ബെഡ് ഇട്ടിട്ടില്ല. പണി കഴിഞ്ഞു. കട്ടിലിട്ടിട്ടില്ല. ഇവിടെ ബെഡ് ഇടുന്നേ ഉള്ളൂ. ചൂടായതുകൊണ്ടേ ഇവിടെ കെട്ടി വെച്ചു.
നമ്മുടെ തറവാട്ടിക്കുള്ള വഴിയാണ് കേട്ടോ അത്. ആ ഗേറ്റ് കാണുന്നില്ലേ? ഇവിടുത്തെ തറവാട്ടിക്ക് പോയി ആ വീട്ടിലേക്ക് എത്തും. ഇതാണ് തറവാട്. ബാൽക്കണിക്ക് പോവാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. കണ്ടോ? നല്ല രസത്തിൽ ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മുകളിലത്തെ ബാൽക്കണി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ തറവാട്. ഇത് നമ്മുടെ അളിയൻ്റെ പെങ്ങളുടെ വീട് പണി, തറപണി കഴിഞ്ഞു. ഇതെന്താ ഫസ്റ്റത്തെ എന്താ? എന്ത് ഫസ്റ്റത്തെ കാണുന്നെന്താ അറിയില്ല. ഏത് റൂമാണോ അതായത് ഉദ്ദേശിച്ചത്? അറിയില്ല. അതിപ്പോൾ എങ്ങനെയാണ് ഇതിങ്ങനെ ആകുമ്പോൾ അറിയില്ലേ? പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഇത്ര വലിയ വീടാവും നമുക്ക് അറിയില്ലല്ലോ അല്ലേ? പക്ഷെ എന്താ ചെയ്യാ. ഓക്കെ, നമുക്ക് താഴെ പോയി. ഇവിടെ നല്ല ചൂടാ. ആ എനിക്കും അത് തോന്നി. എങ്ങനെയല്ലേ ഗായ്സ്, ഇങ്ങനെ തറ കെട്ടി അവസാനം വലിയൊരു വീട് ആകുമ്പോഴേക്കും എങ്ങനെ ആവാം അറിയില്ല. ഈ കാണുന്നതാവും ചിലപ്പോൾ ഉമ്മറും. ഓക്കെ, അപ്പോ ഒരുവിധം നമ്മൾ ഫുള്ളും കാണിച്ചില്ലേ? ഇതാണ് നമ്മുടെ ചേച്ചിയുടെ പുതിയ വീട്. ഇനി മറ്റേ മിറ്റത്തൊക്കെ പണി ചെയ്യാണ്ട്, മതിൽ ഗേറ്റൊക്കെ വെക്കണം. കുറച്ചും കൂടി ഉണ്ട്. ഉള്ളത്തൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്കും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കും കാണിക്കാൻ വിചാരിച്ചു. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. കാലത്തെ കാർ കോച്ചിൻ്റെ അവിടുത്തെ സ്റ്റെപ്പ്. കാലല്ല കേട്ടോ, ഇത് കണ്ടോ? ഇത് നമ്മൾ ഫസ്റ്റത്തെ റൂം കണ്ടില്ലേ? അതിൻ്റെ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, കാർ കോച്ച്. ഇങ്ങനെ ഇറങ്ങിയ കാറിൽ നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉമ്മർത്ത് വരണമെന്നില്ല, ഇത് കൂടെ വന്നാലും മതി. ഇത് ഞാൻ അപ്പം കാണിക്കാൻ മറന്നു. നമുക്ക് കൂടെ പോയിട്ട് ആ പച്ചപ്പിൻ്റെ അവിടെ കാണാം. ഓക്കെ, മുറ്റൊക്കെ റെഡി ആക്കണേ ഉള്ളൂ. നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ അറിയില്ല കേട്ടോ. ആ കണ്ടോ, വിടാൻ പോണു ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മൾ താഴേക്കെത്തി. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കാർ പോച്ച്, ഇവിടെ നിർത്തിയിട്ട് ഞാൻ അപ്പം കണ്ടില്ല ഒരു അപ്പം കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പ്. അത് ഈ ഡോറാണ്, ഇവിടേക്കാണ് വരിക. ഓക്കെ, പേടിച്ച് ഇറങ്ങാൻ പേടിച്ചിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങി വെച്ചേ. വീണാ ഏതോ കാട്ടിൻ്റെ ഉള്ളിക്ക് പോകുന്നുണ്ട് നമ്മള്, വാഴത്തോട്ടത്തിന്റെ ഉള്ളിക്ക്. അയ്യോ, വല്ല പാമ്പോ പെരുതാരുണ്ടെങ്കിൽ പോലും അറിയില്ല. ഇതാണ് നമ്മുടെ വീട്. ഇത് ചാമ്പയ്ക്കല്ല. അയ്യോ, അതിന്റെ പേരെന്താ? പുളി. പേര് പോലും അറിയില്ല. വേണ്ടട്ടോ എന്തൊക്കെ മതി. ഇത് കഴിക്കണ റിയാക്ഷൻ ഞാൻ എടുക്കട്ടെ. കുളിക്കുന്ന പേടിയുണ്ട് എനിക്കുണ്ടെന്തേലും. പുളിയുണ്ടോ എവിടെ? ഇതൊക്കെ അങ്ങനെ പോയ അവസാനം നമ്മൾ പാടത്തേക്ക് എത്തുന്ന തോന്നുന്നു. പോണ്ട മതി. നല്ല ചൂടാണ്, വെയില് എന്തൊരുകണു. ഞാൻ കണ്ട കാലം മറന്നു ഇതൊക്കെ.
റോഡ് സൈഡിൽ വന്നപ്പോൾ പിന്നെ ഇതൊന്നും കാണലില്ലല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം. ശരിയാ, ഞങ്ങൾ റോഡ് സൈഡാട്ടോ. ഞങ്ങൾക്കിങ്ങനെ കാട് പുല്ല് ഒന്നും ഇല്ലല്ലേ. എൻ്റെ പറഞ്ഞ ആദ്യം ഇരുന്ന വീട്ടിലുണ്ടാവുന്നതെല്ലാം അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ അതെ, പഴയ വീട്ടിലുണ്ടായിരുന്നു. ആ ചെറുപ്പത്തിൽ കാട്ടുകൂടെ കളിക്കുന്നു. ഇപ്പൊ അവരാലോചിക്കും നീ എങ്ങനെ എൻ്റെ പഴയ വീട് കണ്ടത്. ഞങ്ങൾ എന്താ പറയാ, മാമന്റെ മുളയട്ടോ കെട്ടീനത്. ഈ തേക്ക് ചാടി കയറിയല്ലേ കണ്ടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ മുമ്പ് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ സിറ്റിക്കായിട്ട് വന്ന് താമസിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ തൊടിയൊക്കെ കാണുമ്പോൾ ഒരാകാംക്ഷ. ഇത് കോണിച്ചോട്ടത്തെ ലൈറ്റിൻ്റെ ഡിസൈൻ നല്ല ഭംഗി തോന്നിയപ്പോൾ എടുത്തതാണ്. അതിൻ്റെ താഴെ ഞങ്ങൾ കയറി വരാൻ നിൽക്കുമ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇങ്ങോട്ട് വരുമ്പോഴേ എടുത്തതാണ് ഇത്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അവരൊക്കെ തറവാട്ടിക്ക് പോയപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കുള്ളപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തതാണ്. എല്ലാവരും തറവാട്ടിക്ക് പോയിരിക്കാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഇവനെ കൊണ്ട് ആ വെയിലുണ്ട് അവിടെ, അപ്പോൾ വെയിലത്ത് പോണ്ടാച്ചിട്ടാണ്. ഓ അങ്ങനെയാണ്. നമ്മളെല്ലാം മാക്സിമം ഇവിടെയൊക്കെ കാണിച്ചു കൊടുത്തല്ലേ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. മിറ്റൊക്കെ ശരിയാക്കാണ്ട് നല്ല രസമുണ്ടാവും. നടുമിറ്റം കണ്ട ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഏകദേശം വൈകുന്നേരമായി. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. ശരിയല്ലോ. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ നമ്മളവിടുന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കാറ് റോട്ടിലാണ് നിർത്തിന്ന്. ഇവിടെ മുറ്റപ്പണി കഴിയാത്തത് കൊണ്ട് ഇവിടെ കയറ്റിയില്ല, അപ്പോൾ പുറത്താണ് നിർത്തിയത്. അപ്പോൾ ഹല്ലുവിനെ അവൻ്റെ വല്യമ്മയാണ് എടുത്തത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അപ്പോൾ നമ്മളങ്ങനെ വീടെത്തി ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.